Give us this your daily bread and forgive us our trespasses as we forgive those who trespass against us. Amen. O my Jesus, Forgive us our sins, save us from the fires of fire. And lead our souls to heaven, especially those who are most of your mercy. give me love in my heart, keep me serving, serving, serving. Give me love in my heart, I pray. Hallelujah, give me love in my heart. Keep me serving, serving, serving. Keep me serving to the break of day. Come on and sing a song. We praise thy name, Lord of all. We bow before thee, and on him thy great proclaim. All in heaven above adore thee, infinite thy vast domain, everlasting is thy reign. അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. വെരി ഗുഡ്. വിശുദ്ധ യാക്കോബ് സ്ലിഹായെ അടക്കിയിരിക്കുന്ന സാന്റിയാഗോ ഡി കൊമ്പോസ്റ്റിയായിൽ നിന്ന് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആ സൈഡിലൂടെയുള്ള മനോഹരമായിട്ടുള്ള യാത്ര. ഈ യാത്രയിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഏകദേശം 600 കിലോമീറ്ററോളം അകലെയുള്ള പോർച്ചുഗലിലെ ഫാത്തിമയാണ്. യൂറോപ്പിലുടനീളം എന്തെന്നില്ലാത്ത ഒരു മഴക്കാലം ഇപ്പോൾ അനുഭവിക്കുകയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കേരളത്തിൽ കാണുന്ന അതിശക്തമായിട്ടുള്ള മഴ പോലെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇരുണ്ട് തിങ്ങി നിറഞ്ഞ കാർമേഘങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഏകദേശം 5 മണിക്കൂറിൻ്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഫാത്തിമയിൽ എത്തിച്ചേരുകയാണ്. ഫാത്തിമയിലെ ആ 3 ഷെപ്പേർഡ് കുട്ടികളുടെ സ്റ്റാച്ചുവാണ് ആ ഫാത്തിമ നഗരത്തിലേക്ക് ഞങ്ങളെ വരവേറ്റത്. അതിനുശേഷം ലൂസിയായുടെയും ജസീന്തായുടെയും ഫ്രാൻസിസ്കോയുടെയും ഒക്കെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ഒരു യാത്ര തിരിക്കുകയാണ്. ഫ്രാൻസിസ്കോയും ജസീന്തായും സഹോദരന്മാരാണ്. എന്നാൽ ലൂസിയ ഇവരുടെ ഒരു കസിൻ സഹോദരി മാത്രമായിരുന്നു. ഈ മൂവരും നല്ല സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഇവർ കസിൻസ് കൂടിയാണ്. ഇവരിവരുടെ ആടുകളുമായിട്ട് വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്നിറങ്ങും. ആ ഫാത്തിമയിലുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ അവിടെയൊക്കെ ഒത്തിരി പുല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ്. അതിലൂടെയെല്ലാം ഈ ആടുകളെ കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് അവർ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരവലാണ് അവരുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത്. ആ കഥയിലൊക്കെ നമ്മൾ കയറുന്നതിന് മുമ്പേ തന്നെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞങ്ങളിപ്പോൾ നടക്കുന്നത് ജസീന്തായുടെയും അതുപോലെ തന്നെ ലൂസിയ, ഫ്രാൻസിസ്കോ അവരുടെയൊക്കെ വീടുകളിലേക്കാണ്. അവരുടെ വീടുകളിന് ഏകദേശം ഒരു 150 മീറ്ററിൻ്റെ അകൽച്ച മാത്രമേയുള്ളൂ. 2 വീടുകളും കുടിലിന് സമാനമായിട്ടുള്ള വീടുകളായിരുന്നു. പിന്നീട് അത് കാലാന്തരത്തിൽ അവരുടെ ഓർമ്മകളെ പുതുക്കുവാൻ വേണ്ടി പുതിയ രീതിയിൽ, എങ്കിൽ തന്നെയും അത്രമാത്രം പുതുമയോടുകൂടി അല്ലെങ്കിൽ തന്നെയും അത് ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്.
നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ഓബ്ജക്ട്സുകളൊക്കെ എനിക്കിവിടെ കാണുവാനായിട്ട് പറ്റിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തുകയായിരുന്നു. അത് പോർച്ചുഗീസ് കോൺട്രിബ്യൂഷൻ്റെ ചില കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു പെൻറ്റുലിയുമുള്ള ക്ലോക്കുകളൊക്കെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അത് ജസീന്തയും ഫ്രാൻസിസ്കോയും അതുപോലെ ലൂസിയും ഒക്കെ ഉള്ള സമയത്ത് തന്നെ അവരുടെ വീടുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വന്ന പോർച്ചുഗീസുകാരായിരിക്കാം ഈ പെൻറ്റുലിയം ഉപയോഗിക്കുന്ന ക്ലോക്കുകളൊക്കെ നമുക്ക് സംഭാവനയായിട്ട് നൽകിയത് എന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. അത് ശരിയാകണമെന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങൾ, പല രീതിയിലുള്ള കുടങ്ങളൊക്കെ, അതുപോലെ സ്വേയിങ് മെഷീൻസ്, സ്റ്റിച്ചിങ് മെഷീൻസ്, അതുപോലെ ഈ നമ്മുടെ മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്നത് പോലെയുള്ള നെയ്ത്ത് മെഷീൻസ്, ഇതെല്ലാം എനിക്ക് ഇവരുടെ വീടുകളിലൊക്കെ കാണുവാനായിട്ട് പറ്റിയിരുന്നു. ഒരുപക്ഷെ പോർച്ചുഗീസ് ഇന്ത്യൻ ബന്ധം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില ഓബ്ജക്ട്സുകളൊക്കെ ഈ വീട്ടിൽ ഞാൻ കണ്ടപ്പോൾ എനിക്കും ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇവർ കൊണ്ടുവന്ന ചില കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നെയാണ്. ഞങ്ങൾ ഈ 2 പേരുടെയും ഭവനങ്ങളിലേക്ക് കയറി. ഞങ്ങൾ 12 പേര് അടങ്ങുന്ന ഒരു തീർത്ഥാടന സംഘമായിട്ടാണ് യാത്രകൾ ചെയ്യുന്നത്. ഇവിടെയെല്ലാം ഓരോ മുറികളും സന്ദർശിച്ചു. ഓരോ മുറികളും വളരെ ചെറിയ മുറികളൊക്കെയാണ്, വളരെ കുഞ്ഞു മുറികളാണ്. 1-2 പേർക്ക് മാത്രം ഒതുങ്ങി നിൽക്കുവാൻ പറ്റുന്ന 2-3 മുറികൾ അടങ്ങിയ വീടുകളായിരുന്നു ഇവരുടെയൊക്കെ ഭവനങ്ങൾ. ഈ ഭവനങ്ങളിലൊക്കെ ഒരു ചെറിയ കട്ടിൽ ആ ഒരു മുറിയിൽ ഇടുമ്പോൾ തന്നെ അത് കൂടുതലായിട്ട് ടൈറ്റായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായത് ഒരു ലെസ് ദാൻ ആവറേജ് ലൈഫിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഈ 3 ഷെപ്പേർഡ് കുട്ടികളും അവരുടെ ഭവനങ്ങളുമൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള സാധാരണ രീതിയിലുള്ള കസേരകൾ, അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റും. ആ വീട് ഒക്കെ കണ്ട് തീരുവാനായിട്ട് അധികം സമയമൊന്നും വേണമെന്നില്ല. ഒരു 10-12 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ആ കുരിശുരൂപത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് അത് നോക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഈ കൊച്ചു ബാലികമാരായിരുന്ന പരിശുദ്ധ കന്യാമറിയത്തെ കാണുവാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ഈ കൊച്ചു ബാലികമാരുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി തന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇനി ഫാത്തിമയിലെ ചരിത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫാത്തിമയിലെ ആ ഒരു ചരിത്രം, അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ 6 അപ്പാരിഷൻസിനെ 6 പ്രാവശ്യം പരിശുദ്ധ കന്യകാമറിയം ഈ കുട്ടികൾക്ക് അപ്പിയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചരിത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം 6 പ്രാവശ്യം സ്വയം വെളിപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചത് ലുസിന്തായ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തായ്ക്കുമായിരുന്നു. അത് 1917 പോർച്ചുഗൽ എന്ന ഈ മനോഹരമായ രാജ്യത്തിലെ ഫാത്തിമ എന്ന് പറയുന്ന വില്ലേജിലായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ഇന്നിപ്പോൾ ലോകമറിയപ്പെടുന്ന ഒരു വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഫാത്തിമ മാറിക്കഴിഞ്ഞു. അനേകായിരം ആളുകളാണ് വർഷങ്ങൾ തോറും ഈ പുണ്യഭൂമിയിലേക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും 3 ആട്ടിടയ കുട്ടികളുടെയും ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലേക്ക് വന്ന് ഈ മണ്ണിനെ വന്നിച്ച് അവിടെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള പള്ളിയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധ കന്യകാമറിയം അപ്പിയർ ചെയ്തിരിക്കുന്ന ഇന്നത്തെ ആ ഒരു ഗ്രോട്ടോയിലിരുന്ന് ധ്യാനിച്ചൊക്കെ തിരിച്ചു പോകുന്നത്. ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഒഴിച്ചുകൂട്ടുവാൻ പറ്റാത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഫാത്തിമ ലോകത്തിൽ അറിയപ്പെടുകയാണ്. ഈ 3 കുട്ടികളും പറഞ്ഞതനുസരിച്ച് മെയ് മുതൽ ഒക്ടോബർ വരെ 1917 ഒരു മനോഹരിയായിട്ടുള്ള സ്ത്രീ, അതായത് സൂര്യനേക്കാൾ തിളങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ ഈ ഭൂമിയിൽ വന്നുകൊണ്ട് അവർക്ക് പ്രത്യക്ഷയായി എന്നുള്ളതാണ് പറയപ്പെട്ടിരുന്നത്. അതിമനോഹരിയായിട്ടുള്ള ആ സ്ത്രീയുടെ ഭംഗിയെ സൂചിപ്പിക്കുവാനായിട്ട് അവളുടെ അപ്പിയറൻസിനെ ദ മിറക്കിൾ ഓഫ് ദ സൺ എന്നാണ് ലോകത്തിൽ അറിയപ്പെടുന്നത്. പരിശുദ്ധ കന്യകാമറിയം ഈ 3 കുട്ടികൾക്ക് കൊടുത്ത ഒരു രഹസ്യത്തെ പറയുന്നത് ദ സീക്രട്ട് ഓഫ് ഫാത്തിമ എന്നാണ്.
അതിൽ 3 കാര്യങ്ങളാണ് അവൾ പറയുന്നത്. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്, പെനൻസ് അല്ലെങ്കിൽ പരിത്യാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ്, സമാധാനത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയം നമ്മൾ എല്ലാ ദിവസവും കൊന്ത എത്തിക്കേണ്ടതിൻ്റെയും ആ കൊന്തയുമായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെ സമീപിക്കുന്നതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ വാക്കുകളനുസരിച്ച് 1917 ഒക്ടോബർ 13 ഫാത്തിമായിലെ ഈ പ്രത്യേക സ്ഥലത്ത് ഇവിടെയുള്ള നിവാസികളൊക്കെ ഒന്നിച്ചുകൂടുകയും പരിശുദ്ധ കന്യകാമറിയം കുട്ടികൾ പറഞ്ഞതനുസരിച്ച് അപ്പിയർ ചെയ്യും എന്ന്, അതോടൊപ്പം തന്നെ ഒഫീഷ്യലായിട്ട് ഈ ഒരു അത്ഭുതത്തെ സ്ഥിരീകരിക്കുവാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുകയുണ്ടായി. അന്ന് അവർ കണ്ട കാഴ്ച, സൂര്യൻ്റെ ഭാഗത്ത് ഒരു സ്ത്രീ നിൽക്കുന്നതും മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് പോലെ അവിടെ ആ സൂര്യപ്രകാശത്തിന് ചുറ്റുമായിട്ട് ഒരു സ്ത്രീ വലയം വെക്കുന്നതുമൊക്കെയാണ് അവിടെ കണ്ടത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയും ഈ ഒരു അത്ഭുതത്തെ ദ മിറക്കിൾ ഓഫ് ദ സൺ എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. 3 കുട്ടികളിൽ ഫ്രാൻസിസ്കോയും ജസീന്തായും, അതായത് ഫ്രാൻസിസ്കോയും ജസീന്തായും സഹോദരന്മാരായിരുന്നു. ലൂസി ആകട്ടെ അവരുടെ കസിനും. ഇതിൽ ഫ്രാൻസിസ്കോയും ജസീന്തായും ചെറുപ്പത്തിലെ തന്നെ മരിക്കുകയായിരുന്നു. എന്നാൽ ലൂസിയ ഒരു സിസ്റ്ററായിട്ട് ജീവിക്കുകയും, അതായത് ഒരു റിലീജിയസ് സിസ്റ്ററായിട്ട് മാറുകയും 2005 വരെ അവർക്കൊരു ലോങ് ലൈഫ് ഉണ്ടാകുകയും ആയിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ദ സീക്രട്ട് ഓഫ് ഫാത്തിമ എന്ന് പറയുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രൊഫസി, കുട്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന പ്രൊഫസി ഇന്നും ചരിത്രകാരന്മാരും വൈദികരും സഭയുമെല്ലാം പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഇവിടെ ഒരു സ്തൂപത്തെ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ജർമ്മനിയെ പണ്ട് 2 തിരിച്ച ബെർലിൻ വാളിൻ്റെ ഒരു പീസാണ്. ഇത് പണ്ട് ഈ ഫാത്തിമായിൽ വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ വിസിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രതീകാത്മകമായിട്ട് അവിടെ സൃഷ്ടിച്ചതാണ്. ഫാത്തിമായിൽ നമുക്ക് 2 പടുകൂറ്റൻ പള്ളികളും ഒരു മനോഹരമായിട്ടുള്ള ഗ്രോട്ടോയും കാണുവാനായിട്ട് പറ്റും. ആ ഗ്രോട്ടോയുടെ സ്ഥാനത്താണ് പരിശുദ്ധ കന്യകാമറിയം കുട്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ബസിലിക്ക, ആ ബസിലിക്കായി പറയുന്നത് ദ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് റോസറി ഓഫ് ഫാത്തിമ എന്നാണ്. ഇതിന് ബസിലിക്ക പട്ടം ചാർത്തി കൊടുത്തത് പിയൂസ് 12 പാപ്പയായിരുന്നു. 1954 നവംബർ 11 പണി കഴിപ്പിച്ച ഈ മനോഹരമായിട്ടുള്ള ബസിലിക്ക യൂറോപ്യൻ നാടുകളിലെ ക്രമമനുസരിച്ച് ഗോത്തിക് മോഡലിൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന ലൈം സ്റ്റോണുകൾ വെച്ച് തന്നെയാണ് എല്ലാ പള്ളികളെയും പോലെ ഈ പള്ളിയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 70.5 മീറ്റർ നീളവും 37 മീറ്റർ വീതിയുമാണ് ഉള്ളത്. ലോകത്തിൽ റെയറായിട്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസം കൂടി ഇവിടെയുണ്ട്. ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 ബസിലിക്കായിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. മറ്റൊരു ബസിലിക്ക ദ ബസിലിക്ക ഓഫ് ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റി എന്നറിയപ്പെടുന്ന ബസിലിക്കയാണ്. ഇതിന് ഏകദേശം 10,000 ആളുകളെ ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. യൂറോപ്പിലെ ചില പള്ളികൾക്ക് നമുക്ക് കാണുന്ന ഒരു കോമൺ ഇമിറ്റേഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു കോമൺ റെപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഫാത്തിമായിലും ലൂത്സിലുമൊക്കെയാണ്. ഫാത്തിമായിലെയും ലൂത്സിലെയും മെയിൻ പള്ളിയുടെ ഇരുവശങ്ങളിലുമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഗോപുരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഈ ഗോപുരങ്ങളുടെ മുകളിലായിട്ട് വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയ സ്റ്റാച്ചുവുമൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും കാണുവാനായിട്ട് പറ്റും. ഇത് ഫാത്തിമായിലും ലൂത്സിലും ഒരേ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ ബസിലിക്കായുടെ മുന്നിൽ കുറേ സ്റ്റെപ്പുകളും അതിന് മുന്നിലായിട്ട് തന്നെ ഒരു വലിയ സ്റ്റേജുമൊക്കെ കാണുവാനായിട്ട് പറ്റും. ഈ സ്റ്റേജ് ആയിരിക്കും ഒരു വലിയ ഓൾട്ടറായിട്ട് പിന്നീട് രൂപാന്തരപ്പെടുക. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അവിടെയായിരിക്കും കുർബാനകൾ നടക്കുക. ഈ കുർബാനയ്ക്ക് വേണ്ടി അനേകായിരം ആളുകളായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഇരിക്കുവാൻ വേണ്ടിയാണ് മുന്നിലുള്ള ആ ഒരു വലിയ വിശാലമായിട്ടുള്ള
ഏകദേശം 10-15 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ആ പറമ്പ് നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. ഈ ഒരു പാറ്റേൺ നമുക്ക് വറ്റിക്കാൻ സ്ക്വയറിലും കാണുവാൻ പറ്റും. വറ്റിക്കാൻ സ്ക്വയറിൻ്റെ എക്സാക്റ്റ് ഒരു സെറോക്സ് മോഡൽ തന്നെയാണ് ഫാത്തിമായും അതുപോലെ തന്നെ ലൂട്ട്സുമൊക്കെ. ഇൻ ടേംസ് ഓഫ് അതിൻ്റെ ആ ഒരു എക്സ്റ്റേണൽ പ്രിപ്പറേഷനിൽ എനിക്ക് മനസ്സിലായതും ഞാനത് അവിടെയുള്ള ലോക്കൽസിൻ്റെ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യവും. ലോക്കൽസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ചില വൈദികരും ചില സിസ്റ്റേഴ്സും ഒക്കെയാണ്. അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോഴും അവർ പറയുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഒബ്സർവേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ ഫാത്തിമയിൽ ലാൻഡ് ചെയ്തു. അതിനുശേഷം പള്ളിയിലെല്ലാം പോയി പ്രാർത്ഥിച്ചു. ഇനി നാളെ കംപ്ലീറ്റ് ഈ ഒരു പള്ളിയിൽ തന്നെയായിരിക്കും. ഞങ്ങൾ കാലത്ത് 7 മണിക്ക് കുർബാനയുണ്ട്. അതിനുശേഷം പള്ളിയിൽ ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്. കോമൺ ആയിട്ടുള്ളൊരു റോസറിക്ക് ദൈവം സഹായിച്ച് ഒരു ചാൻസ് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫാത്തിമ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയത് കൊണ്ടാകാം എനിക്ക് ഒരു രണ്ടാമതും ഇവിടെ വരുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യവും വന്നപ്പോൾ ഒരു വിപുലമായിട്ടുള്ള കുർബാനയുടെ ഭാഗമാകുവാനും അന്ന് ദൈവം സഹായിച്ച് എനിക്ക് ഒരു ഗോസ്പൽ വായിക്കുവാനുമുള്ള ഒത്തിരി ബിഷപ്പ്മാരും മറ്റ് വൈദികരുമൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ദൈവം എന്നെ കാത്ത് സംരക്ഷിച്ച് അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നിതാ മറ്റൊരു കുർബാനയ്ക്കൊരു അവസരം നാളെ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഇവിടെ റോസറി ഉണ്ട്. അപ്പോൾ വന്നിരിക്കുന്ന ഗ്രൂപ്പിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഡെക്കേറ്റ്, അതായത് ഒരു രഹസ്യം ചെല്ലുവാനുള്ള ഒരു ഭാഗ്യവും ഞങ്ങളുടെ ഗ്രൂപ്പിന് നാളെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സർവേശ്വരൻ എല്ലാം കണ്ട് അനുഗ്രഹിക്കട്ടെ.